നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹരോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഏറ്റവും മുഖ്യമായ ഒരു പ്രശ്നത്തിലുള്ള തീർപ്പ്. അതായത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഘടകം എന്താച്ചാല് അത് പണമാണ്. ഇപ്പൊ വരുമാനമാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ജീവിച്ചു പോകാൻ ഒക്കത്തുള്ളൂ. വീഡിയോക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് വരുന്ന വളർപ്പിറ പഞ്ചമി അപ്ഡേറ്റ് ആണ്. പഞ്ചമി തിഥി വന്നിട്ട് ഏപ്രിൽ മാസം 21-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്. 20-ാം തീയതി തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓൾ പ്രൊസീജിയേഴ്സും എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണ്, നിങ്ങൾക്കും ചേരണച്ചാല് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേര് കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇത് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്തോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക. ഇപ്പോ വരുമാനത്തെ പറ്റി പറഞ്ഞാല് എനിക്ക് നിരന്തരമായിട്ട് ഒരു വരുമാനം ഇല്ല. ഒരു മാസം നോക്കിയാൽ വരുമാനം വരുന്നുണ്ട്, എന്നാൽ വേറൊരു മാസം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒട്ടും വരുമാനമേ, കൈകളിൽ ഒരു പൈസ പോലും വരുന്നതേ ഇല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നവര് തീർച്ചയായിട്ടും ഈ പതിവ് മുഴുവനായിട്ട് ലാസ്റ്റ് വരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. ഇപ്പോൾ വന്നിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലിരിക്കുന്നവര്, അവർക്ക് വന്നിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാറ്റഗറി. അതല്ല, വേറെ ഇപ്പോൾ ചില ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടാർഗറ്റ് തീർക്കണം. സോഫ്റ്റ്വെയർ കമ്പനീസിലായാലും ഒരു ചില കമ്പനീസിന് ടാർഗറ്റ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യണം നമ്മൾ. അത് തീർച്ചയായിട്ടും ടാർഗറ്റ് മുടിച്ചാൽ മാത്രമേ ഈ മാസത്തിലെ ശമ്പളം, അതുപോലെ തന്നെ ഇൻക്രിമെന്റ്, അലവൻസ് എല്ലാം കിട്ടുള്ളൂ. അങ്ങനെയുള്ള കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരും ഉണ്ട്, ശരിയല്ലേ? ഈ ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അവരുടെ ടൈമിന് ശമ്പളം വരും. എന്നാൽ ഇതുപോലെ കമ്പനീസിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ പ്രൈവറ്റ് ജോബൊക്കെ ചെയ്യുന്നവർ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കയ്യിൽ പണം വരണച്ചാല് അത് ഒരുപാട് പേരുടെ അടുത്ത് ചെന്ന്, കയ്യിൽ പണം വരണമെന്നാല് അത് പല പേരുടെ അടുത്ത് പോയിട്ട് അത് വരുമോ വരില്ലയോ, എപ്പോ വരും, അത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയാൻ പറ്റില്ല. ഒരു ചില മാസങ്ങൾ നോക്കിയാൽ നന്നായിട്ട് വരും, എന്നാൽ ഒരു ചില മാസങ്ങൾ നോക്കിയാൽ അവർക്ക് വരുമാനമേ വരില്ല. ദാറ്റ് മീൻസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന് തകുന്ന മാതിരിയല്ലേ വരുമാനം വരുവുള്ളൂ. സാലറി, കുടുംബം കൊണ്ടുപോകുന്നതിന്, ബാക്കിയുള്ള ചെലവുകൾക്കൊന്നും അവരുടെ കയ്യിൽ പണം ഇരിക്കില്ല. സോ ഇങ്ങനെയുള്ളവര് അങ്ങനെയാണ് ലോൺ എടുക്കുന്നതും കടം വാങ്ങുന്നതും പലതരത്തിലുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവര്. സോ ഈ വരുമാനം എന്നുള്ളത് എനിക്ക് ഓരോരോ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വേണം, അങ്ങനെ വിചാരിക്കുന്നവര് ചെയ്യേണ്ട ഒരു മുഖ്യമായ വഴിപാടാണ്, ഒരു മുഖ്യമായ വിഷയത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇത് ഒരു മുഖ്യമായ വിഷയമാണ്. നിങ്ങൾ പാതിയിൽ സ്കിപ്പ് ചെയ്ത് പോവാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളുക. കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് ബലം കിട്ടുന്ന രീതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വരുമാനം നമുക്ക് വന്നു ചേരാനായിട്ട് ഇപ്പോൾ ഏത് പൊരുള് എവിടെ വെച്ചാൽ വരുമാനം വന്നു ചേരും, നമ്മുടെ കയ്യിൽ പണം എത്തിച്ചേരും. അങ്ങനെ നോക്കിയാൽ ആ പൊരുൾ എന്താച്ചാല് വലിയ നെല്ലിക്ക ഉണ്ടല്ലോ, ചെറിയ നെല്ലിക്കയല്ല, വലിയ നെല്ലിക്ക. അറിയാലോ, 2 വക നെല്ലിക്കയുണ്ട്, ചെറുതൊന്ന് വലുതൊന്ന്. ഇത് വലുത്. ഇതില് ഈ വലിയ നെല്ലിക്കയാണ് നമ്മൾ ദീപം വയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൂജയൊക്കെ ചെയ്യുമ്പോൾ, ലക്ഷ്മി പൂജയായാലും ശരി, ലക്ഷ്മി കുബേരർ പൂജയായാലും ശരി, ഈ വലിയ നെല്ലിക്കയാണ് ഒരു പ്രസാദമായിട്ട് വെച്ചിട്ട് നമ്മൾ വഴിപെടുന്നത്. ഒരേ ഒരു നെല്ലിക്ക നിങ്ങൾ എടുത്തോളുക. ഈ നെല്ലിക്കയെ നിങ്ങൾ കണ്ണാടി പ്ലേറ്റിലോ ഇല്ലെങ്കിൽ ബൗളിലോ, അതല്ലാച്ചാല് ഒരു മൺവിളക്കിലെയോ അകൽവിളക്കിലോ വച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഹാളിൽ നിങ്ങൾ
വെച്ചോളുക. ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരത് കണ്ട് എടുക്കാത്ത രീതിക്ക് മറച്ചു വെച്ചോളുക. ടേബിളിന്റെ മേലെ വെച്ചാലും ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് സൗകര്യം ഏതാണോ അത് വെച്ചോളുക. എന്നാൽ വടക്ക് കിഴക്ക് ദിശ നോക്കിയേ വെക്കാൻ പാടുള്ളൂ. ശരിയാ? ഇനി എത്ര നെല്ലിക്ക വേണമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ 1 വെക്കുക, ഇല്ലെങ്കിൽ 3 വെക്കുക, ഇല്ലെങ്കിൽ 5, 7, 9 വെക്കേണ്ട 11. ആ രീതിക്കു, അതായത് ഓഡ് നമ്പേഴ്സിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. എപ്പോഴും ആ ഇടത്തിൽ ഒരു നെല്ലിക്ക ഇരിക്കണ മാതിരി നിങ്ങൾ നോക്കിക്കൊള്ളുക. ശരിയാ? ഒരു 3 ദിവസം കൂടുമ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയത് വെച്ചോളുക. എപ്പോഴും അത് കീപ്പ് ചെയ്തോളുക. ഈ നമ്മൾ മാറ്റുമ്പോൾ പഴയ നെല്ലിക്ക എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നുകിൽ നമ്മളത് കഴിക്കാം. കാരണം നെല്ലിക്കയിൽ വിറ്റമിൻ സി വന്നിട്ട് ഒത്തിരി ധാരാളമായിട്ട് ഇരിക്കുന്നുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. വൈറ്റമിൻ, അതിന്റെ ഗുണം, നെല്ലിക്കയുടെ ഗുണം എന്താണെന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. മുടി വളരാനായിട്ട്, പിന്നെ മുഖം മിനുങ്ങാനായിട്ട്, അതുപോലെ തന്നെ വയറ് സംബന്ധമായ പല പ്രശ്നത്തിനും നെല്ലിക്ക എന്നത് ഔഷധം. നേരിട്ട് കഴിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ജ്യൂസ് പോട്ടിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ശരിയാ? ബ്ലഡിലിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ, ദാറ്റ് മീൻസ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലത്. അസുഖം മാറാനായിട്ട് ഒരു മാന്ത്രിക ശക്തിയുള്ള കനിയായിട്ടാണ് നെല്ലിക്കയെ കണക്കാക്കി വരുന്നത്. മാത്രമല്ല, ഈ നെല്ലിക്കയെ നിങ്ങൾ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തും വെക്കാം. അതല്ലാച്ചാൽ നിങ്ങൾക്ക് പൂജയറയിലും വെക്കാവുന്നതാണ്. ശരിയാ? ഇത് വന്നിട്ട് ഒരു മെത്തേഡ്. അങ്ങനെ അല്ല എങ്കിൽ ഇനി ഞങ്ങൾക്ക് 3 ദിവസത്തിലൊരിക്കലൊന്നും ഇത് മാറ്റാൻ പറ്റില്ല, അതല്ല ഞങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഈ വലിയ നെല്ലിക്ക കിട്ടില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ഒരു വഴിമുറ പറഞ്ഞു തരാം. എന്താച്ചാല് ഈ നെല്ലിക്കയുടെ അകത്തുള്ള കുരു ഉണ്ടല്ലോ, മേലെ ഇരിക്കുന്ന സ്കിന്ന് മാറ്റുമ്പോൾ അകത്ത് പച്ച കളറിലുള്ള ഒരു കുരു വരുമല്ലോ, അത് നിങ്ങൾ തനിയെ എടുത്തോളുക. അതിൽ വന്നിട്ട് നിങ്ങൾ കുറഞ്ഞത് 3 എണ്ണം എടുക്കണം, അല്ലെങ്കിൽ 5, 7, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കൗണ്ട്. എന്നിട്ട് അത് നല്ല വെയിലത്ത് അതിനെ കായ വെക്കണം. എന്നിട്ട് അത് നല്ല കാഞ്ഞതിന് ശേഷം എടുത്ത് ഒരു വെള്ള തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ആണി ഇരിക്കുമില്ലേ, ആണി ഇരുന്നാൽ അതിൽ കെട്ടിത്തൂക്കി ഇടുക. അതില്ലെങ്കിൽ ഒരു കണ്ണാടി ബോളിലെയോ അല്ലെങ്കിൽ ഒരു കണ്ണാടി പ്ലേറ്റിലോ അകലിലോ വെച്ച് നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് വന്നിട്ട് 1 വർഷം വരെ വെക്കാൻ പറ്റും. അത് ചീത്തയാവില്ല. കാരണം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തത് കൊണ്ട് അതൊരിക്കലും ചീത്തയാവത്തില്ല. സോ അത് വന്നിട്ട് നിങ്ങൾ വർഷത്തിൽ 1 തവണ മാറ്റിയാൽ മതി. 2 മെത്തേഡ് നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് യൂസ് ചെയ്തോളുക. നിങ്ങൾ റെഗുലറായിട്ട് ഇത് വന്ന് കഴിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വാങ്ങി നിങ്ങൾ ആ ഇടത്തിൽ, പറഞ്ഞ ഇടത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റും തോറും എടുത്ത് കഴിച്ചിട്ടേ ഇരിക്കാം. ഓക്കെ? അതല്ല ഇതൊന്നും ഞങ്ങൾക്ക് ശരി വരില്ല എന്നുള്ളവർ നിങ്ങൾ അതിൻ്റെ കുരു എടുത്ത് ഞാൻ പറഞ്ഞ മാതിരി ചെയ്തിട്ട് 1 വർഷത്തിലൊരിക്കൽ മാറ്റിക്കൊള്ളുക. എന്തുകൊണ്ടാണ് ഈ നെല്ലിക്കയ്ക്ക് ഇത്രയും ഒരു മുഖ്യത്വം എന്ന് ചോദിച്ചാൽ, നെല്ലിക്കയുടെ മറ്റൊരു പേരെന്താ വെച്ചാൽ ഹരിഫലം എന്നാണ്. ഹരി എന്നാൽ വിഷ്ണു, ഫലം എന്നാൽ കായ, കനി. സോ പെരുമാൾ ഭഗവാനോട് അംശം ഉള്ളത് ഈ കനി. പെരുമാൾ ഭഗവാനോട് മാത്രമല്ല, മഹാലക്ഷ്മി തായോടെ അംശവും ഈ നെല്ലിക്കനിയിൽ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല, കുബേരർക്ക് സാമ്പത്തികം വന്നു ചേർന്നത് ഈ നെല്ലിമരം വളർത്തി വന്നതിനാലെയാണ്. ഇതെല്ലാം ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എങ്ങനെയാണോ അവർ നട്ട ഈ തോട്ടത്തിൽ ഈ നെല്ലിമരങ്ങളെല്ലാം പൂത്ത് കായ്ച്ച് നന്നായിട്ട് എങ്ങനെ വന്നുവോ അതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട എല്ലാ സാമ്പത്തികവും, എല്ലാ പൊന്നും പണവും എല്ലാം അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇതുപോലെ നീ ചെയ്യ് എന്ന് ആരവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാല് ശിവഭഗവാൻ. ശിവഭഗവാനാണ് കുബേരർക്കിട്ട് ഈ വഴി പറഞ്ഞു കൊടുത്തത്. അതിനാലെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നെല്ലിക്ക ദീപം എന്നാല് പണവരവിനായിട്ട്, നമ്മൾക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ച് നമ്മുടെ കയ്യിൽ വരാന്, നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ച് നമ്മുടെ കയ്യിൽ വരാന്, നമുക്ക് അർഹതപ്പെട്ട എല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്താന്, മാസത്തിൽ നമ്മുടെ സാലറി കറക്റ്റായിട്ട് കിട്ടാന്, ഇതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഇത് ദീപം വയ്ക്കാവുന്നതാണ്. നെല്ലിക്കണി ദീപം എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളത് ദീപമായാലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. നെല്ലിക്ക ദീപം വയ്ക്കുന്നതാണെങ്കിൽ അത് ഒരു 3 to 4 മിനിറ്റിനകത്ത് അത് അണഞ്ഞു പോവും. കാരണം അതിൽ അത്രയും ഇടവല്ലേ ഉള്ളൂ.
അപ്പോൾ നെല്ലിക്ക ദീപമായിട്ടും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അത് ആസ് യൂഷ്വൽ നിങ്ങളുടെ പണവരവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വെച്ചോളുക. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തന്ന 2 മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്തോളുക. അത് നെല്ലിക്ക എടുത്ത് ഒരിടത്തിൽ വെക്കുക എന്നുള്ളതാണ്. നെല്ലിക്ക ദീപം എന്നത് നമ്മുടെ പണവരവിന് വേണ്ടിയിട്ട് നമുക്ക് എന്ന് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട്. ശരി, ഇനി നിങ്ങൾ ആ നെല്ലിക്കയോ ഇല്ലെങ്കിൽ വിത്തോ വടക്ക് കിഴക്ക് ദിശയിലോ ഇല്ലെങ്കിൽ പൂജയറയിലോ വെക്കുക. ഓരോ തവണ നിങ്ങൾ അത് നോക്കുമ്പോഴും നിങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടിയ ഒരു പവർഫുൾ ആയിട്ടുള്ള മന്ത്രം അത് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ഇതാണ്: നിരന്തര വരുമാനം ബസി ബസി, നിരന്തര വരുമാനം ബസി ബസി, നിരന്തര വരുമാനം ബസി ബസി. ഈ ഒരു മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുമ്പോഴേ മാസം മാസം എനിക്ക് വന്നിട്ട് ഇത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ വേണം, ഞാൻ കഷ്ടപ്പെടുന്നതിനാല്, ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെല്ലാം കൃത്യമായും ചെയ്യുന്നതിനാല് എനിക്ക് ഇത്രയും എമൗണ്ട് എൻ്റെ കയ്യിൽ വരണം, അത് നിങ്ങൾ കുബേരർക്കിട്ട് ഒരു കോരിക്കയായിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നിരന്തര വരുമാനം ബസി ബസി എന്ന് പ്രേ ചെയ്ത് ഇത് പറഞ്ഞോളുക. പിന്നെ ഇത് മാത്രം ചെയ്തിട്ട് എനിക്ക് പൈസ വന്നില്ല അങ്ങനെ പറയരുത്. നിങ്ങളുടെ ജോലി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈകളിൽ പൈസ വന്നു ചേരും. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു, കൂടെ നമ്മൾ സൈഡായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് സാമ്പത്തികം എന്നത് കൈകൾ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. ഒരു മാസ വരുമാനം എന്നത് കയ്യിൽ കറക്റ്റായിട്ട് വന്നില്ല എങ്കിൽ കുടുംബം മുന്നോട്ട് പോകുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം. നമുക്ക് മനോനിമ്മതിയോടെ ജീവിക്കണം വെച്ചാൽ നമ്മുടെ കൈകളിൽ പൈസ വേണം. സോ നിങ്ങളെല്ലാം ഈ ഒരു വഴിപാട് ചെയ്ത് നോക്കിക്കോളുക. 2 മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നെല്ലിക്കാദീപം വയ്ക്കുന്നവരാണെങ്കിൽ നെല്ലിക്കാദീപവും വെച്ചോളുക. നെല്ലിക്കാദീപം വയ്ക്കുന്നത് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല വെച്ചാൽ, സൈഡ് എടുത്ത് കഴിക്കാൻ പറ്റില്ല വെച്ചാൽ നിങ്ങളത് കാൽപ്പെടാത്ത ഇടത്തിലോട്ട് ദീപം വെച്ചതിന് ശേഷം ആ നെല്ലിക്കനിയെ നിങ്ങളെടുത്ത് എറിഞ്ഞു കളഞ്ഞോളുക. വിത്ത്, അതായത് അതിൻ്റെ അകത്തിരിക്കുന്ന കുരുവാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദീപധൂപ ആരതി കാണിക്കണം. ഇപ്പോൾ കനി വെച്ചിട്ട് ഇപ്പോൾ ഈ നെല്ലിക്ക വെച്ച് ഈ ഇടത്തിൽ നെല്ലിക്കയാണ് വെക്കുന്നതെങ്കിൽ കാണിക്കണ്ട, അല്ല അതിൻ്റെ വിത്താണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ആരതി കാണിച്ചോളണം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.